ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖ ബന്ധുവുമങ്ങു തന്നെ. അങ്ങൻ്റെ വിദ്യ ധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവ. ശ്രീമദ് ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യയോഗം 12-ാമത്തെ ശ്ലോകവും 13-ാമത്തെ ശ്ലോകവും ഒരുമിച്ചാണ് ചൊല്ലുന്നത്. മോഘാശ മോഘകർമാണോ മോഘജ്ഞാനാ വിചേതസ, രാക്ഷസീമാസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാ. മലയാളം 12-ാമത്തെ ശ്ലോകത്തിൻ്റെ മലയാളം. ആസുരപ്രകൃതിക്കൊത്തൊരജ്ഞാനം കൊണ്ടു നഷ്ടരാം അവർ തൻ ജ്ഞാനകർമ്മങ്ങൾ സംഗവും നിഷ്ഫലങ്ങളാം. 13-ാമത്തെ ശ്ലോകം. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിതാ, ഭജന്തനന്യമനസോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. മലയാളം. ദൈവീ സ്വഭാവമാണ്ടുള്ള മഹാന്മാർ പാർത്ഥ എന്നെയും നിത്യൻ ഭൂതാദി എന്നോർത്തു ശ്രദ്ധാപൂർവം ഭജിച്ചിടും. മോഘാശാഹ വ്യർത്ഥമോഹങ്ങളുള്ള, മോഘകർമ്മണാഹ പാഴ്വേലകൾ എന്ന് തന്നെ പറയാം, വൃഥാവിലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, വ്യർത്ഥവേലകൾ ചെയ്യുന്ന, മോഘജ്ഞാന വ്യർത്ഥമായ അറിവോടുകൂടിയവർ, വിചേതസഹ ബുദ്ധിശൂന്യരായ അവർ. നേരത്തെ പറഞ്ഞൊക്കെ ഈ ബുദ്ധിശൂന്യന്മാരുടെ വിശേഷങ്ങളാണ്. വ്യർത്ഥമോഹങ്ങളാണ് അവർക്ക്. അവർ ചെയ്യുന്ന വേലകളൊക്കെ വൃഥാവിലാണ്, അവരുടെ അറിവും വ്യർത്ഥമാണ്. അങ്ങനെയുള്ള ബുദ്ധിശൂന്യർ. രാക്ഷസീം ആസുരീം മോഹിനീം ച, രാക്ഷസർക്കും അസുരർക്കും ചേർന്നതും മോഹകരവുമായ പ്രകൃതിയും ഏവ ശ്രിതാഹ, പ്രകൃതിയെ തന്നെ ആശ്രയിച്ചവരുമത്രേ. തു പാർത്ഥ, എന്നാൽ അർജുന. ഇനി വേറെ പറയുകയാണ്. ആദ്യത്തെ ശ്ലോകത്തിൽ വൃഥാവിലാവുന്ന ആൾക്കാരുടെ, അതായത് നമ്മളെ മറ്റത്തെ ലൗകികരുടെ കഥയാണ് പറഞ്ഞത്. ഇനി നല്ല മഹാത്മാക്കളുടെ കാര്യം പറയാണ്. തു പാർത്ഥ മഹാത്മാനഃ, എന്നാൽ അർജുന, മഹാത്മാക്കൾ ദേവീം പ്രകൃതിയും ആശ്രിത, ദേവീ പ്രകൃതിയെ ആശ്രയിച്ച്, മാം അവ്യയം എന്നെ നാശരഹിതമായ, ഭൂതാദിം ജ്ഞാത്വ ഭൂതകാരണമാണ് എന്നറിഞ്ഞിട്ട്, അനന്യമനസഹ ഭജന്തി ഏകാഗ്രചിത്തരായി ഭജിക്കുന്നു. ഇപ്പോൾ രണ്ട് തരം ആൾക്കാരെ കമ്പയർ ചെയ്യുകയാണ് ഇവിടെ. ഒന്ന് താരതമ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആദ്യം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, അവിടെ ഒരു ചെറിയ സംശയം വന്നത്, പരമാത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അവിവേകികൾക്ക് അറിയാൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, നമ്മളോട് ഭഗവാൻ യാതൊരു വാശിയും കാണിക്കില്ല, നമ്മളെല്ലാ കാര്യങ്ങളും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ഭഗവത് സമർപ്പണമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു. മനസ്സമാധാനമാണല്ലോ ഏറ്റവും വലുത്, അല്ലേ? അപ്പോൾ ആ മനസ്സമാധാനം കിട്ടുമ്പോൾ നമ്മളെ പരമാത്മാവിൻ്റെ അധീനതയിലാണ് പ്രകൃതി സൃഷ്ടികൾ നടത്തുന്നത്. അതായത് പരമാത്മാവിൻ്റെ താഴെയാണ്, അതായത് പരമാത്മാവിനെ ആശ്രയിച്ചാണ് പ്രകൃതി നിൽക്കുന്നത്. പ്രകൃതിയുടെ ആശ്രയത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ പ്രകൃതി പ്രപഞ്ചം സൃഷ്ടിക്കുന്നു, ചരാചരങ്ങളെ സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പ്രകൃതിയാണ് പ്രകൃതിയുടെ അധീനതയിലാണ് നമ്മളൊന്ന് അനങ്ങണമെങ്കിലോ എന്ത് ചെയ്യണമെങ്കിലോ എന്ത് വേണം? ഈ പ്രകൃതി വേണം. അപ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അവ്യക്തതയിൽ നിന്ന് വ്യക്തത വരുത്തുന്നതാണ് പ്രകൃതി. അപ്പോൾ ആ പ്രകൃതി ഈ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഒക്കെ എല്ലാറ്റിനും ചലിപ്പിക്കുന്നതായതുകൊണ്ട്, പ്രവർത്തിപ്പിക്കുന്നതായതുകൊണ്ട് നമ്മളെ മോഹിപ്പിക്കും. നമ്മളെ മോഹിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മോഹിപ്പിച്ച രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. നമ്മൾക്ക് എപ്പോഴും എന്താണ് ചിന്ത? നമ്മുടെ ബന്ധുക്കളെ പറ്റിയിട്ടും, അതായത് നമ്മുടെ അച്ഛൻ, അമ്മ, മക്കൾ, അങ്ങനെ ബന്ധുത്വം, മുത്തശ്ശൻ, മുത്തശ്ശി അവരുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ചിന്ത പോകും. അവരുടെ സുഖം എന്താണ്? നമ്മളടക്കം നമ്മൾക്ക് സുഖം വേണം, അവർക്കും സുഖം വേണം.
ധാരാളമായിട്ട് സ്വത്ത് സമ്പാദിക്കാൻ എന്താണ് വഴി? അത് മാത്രമാണ് ഇന്നത്തെ കാലത്ത് ചിന്ത. അത് മാത്രമല്ല, അതെങ്ങനെ വെറുതെ ഇരുന്ന് സമ്പാദിക്കാമെന്നും കൂടിയുണ്ട് ചിന്ത. അതുകൊണ്ടാണ് ഈ ലോട്ടറി ബിസിനസ്സൊക്കെ എന്താണ്, ഒന്നും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയൊന്നും എടുക്കണ്ട, അവർ ലോട്ടറി എടുത്താൽ മതി. ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ, ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ എന്താണ്, വെറുതെ ഇരുന്ന് നമുക്ക് പൈസ സമ്പാദിക്കാം. എൻ്റെ അച്ഛനൊക്കെ പണ്ടേ ഞങ്ങൾ അഥവാ ലോട്ടറി എടുക്കാൻ നോക്കിയാൽ പറയാറുണ്ട്, അതെ, നമുക്ക് വിധിച്ചിട്ടുള്ള പൈസയല്ല അത് ഭാഗ്യമാണ് ആക്ച്വലി. എന്നാൽ പോലും അത് പണിയെടുക്കാത്ത, അതായത് നമ്മൾ പരിശ്രമിച്ചിട്ടുള്ള കിട്ടുന്ന ഒരു സമ്പാദ്യമല്ലല്ലോ. അപ്പോൾ അത് നമ്മൾക്ക് യോജിച്ചതല്ല ആ പ്രവൃത്തി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട്. എന്നാൽ നിങ്ങൾ ലോട്ടറി എടുക്കില്ലേ എന്ന് വെച്ചാൽ ഇടയ്ക്ക് എടുക്കാറൊക്കെ ഉണ്ട്, പക്ഷെ കിട്ടാറൊന്നുമില്ല, അതിനെപ്പറ്റി ചിന്തിക്കാറുമില്ല. ഓക്കെ, അപ്പം നമുക്ക് എല്ലാം മറ്റുള്ളവരുടെ, നമ്മളുടെ ബന്ധുക്കളുടെ, ഞാൻ ഇന്നലെയും പറഞ്ഞു, ബന്ധുത്വം ബന്ധനം വരുത്തും, ഇതാണ് നമ്മുടെ ചിന്ത. അപ്പം നമ്മൾ നോക്കുമ്പം ചിലർ ഉന്നത പദവിയിൽ ജീവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. സാമ്പത്തികമായിട്ടായാലും വിദ്യാഭ്യാസപരമായിട്ടായാലും അങ്ങനെ പല പല ലെവലിൽ നോക്കിയാൽ നമ്മളുടെ സുഹൃത്തുക്കൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാർ എല്ലാം വളരെ വലിയ നിലയിലെത്തിയവരൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ അവരോടൊക്കെ ആദ്യം നമ്മൾ ചെന്ന് ഒന്ന് ചോദിച്ചു നോക്കുക. അപ്പം നമ്മൾക്ക് വേണമെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നവരെയാണ് നമ്മൾ പരിചയപ്പെടുന്നതെന്ന് വിചാരിക്കൂ. അപ്പം നമ്മൾക്ക് കുറച്ച് നമ്മളതിനേക്കാളൊക്കെ എത്രയോ താഴെയാണ്. അതുകൊണ്ട് അവരോട് ചോദിച്ചു നോക്കുക, നിങ്ങൾക്ക് എന്നാലും ഒന്നും പ്രശ്നമില്ല അല്ലേ, ധാരാളം സമ്പത്തും എല്ലാം ഉണ്ട്, ഇനിയിപ്പോൾ എന്താ വേണ്ടത്? അതുകൊണ്ട് നല്ല മനസ്സമാധാനമല്ലേ? ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ നാളത്തേക്ക് എങ്ങനെയാണ് നാളത്തേക്ക് എന്തെങ്കിലും സമ്പാദിക്കുക, എന്നിട്ട് വേണം വീട്ടിൽ ചോറ് വയ്ക്കാൻ എന്നുള്ള ആൾക്കാർ വരെ ഉണ്ടാവും. അപ്പോൾ നാളത്തെ കൂലി കിട്ടിയിട്ട് വേണം ചോറ് വയ്ക്കാൻ, അല്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണം ഒരുക്കാൻ, എല്ലാവരും ഇത്രയും അംഗങ്ങളുണ്ട് എന്നുള്ളവരും കൂടി ഉണ്ട്. അവരും മറ്റവരും കൂടെ കമ്പയർ ചെയ്യാണ്. അപ്പോൾ അവരെന്തായിരിക്കും പറയുക, ഞങ്ങൾ വളരെ സുഖത്തിൽ നല്ല സുഖലോലുപരായിട്ട് ജീവിക്കുന്നു എന്ന് പറയുമോ, അതോ നല്ല മനസ്സമാധാനത്തോട് കൂടിയിട്ടല്ലേ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ തിരിച്ചായിരിക്കും. അവർക്ക് മനസ്സമാധാനം കുറവും, അന്നന്ന് കൂലി കിട്ടി ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സമാധാനം ഉണ്ട് എന്നായിരിക്കും പറയുക. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് പ്രശസ്തി കൂടുകയാണ്, പ്രശസ്തി കൂടി സെലിബ്രിറ്റീസ് ആവുകയാണ്. ആയിക്കഴിഞ്ഞാലത്തെ പ്രശ്നം എന്താണ്? ഒന്ന് തുമ്മണമെങ്കിൽ ആരുടെയെങ്കിലും സമ്മതം ചോദിക്കണം, ഒന്ന് ശ്വസിക്കണമെങ്കിൽ ആരുടെയെങ്കിലും സമ്മതം ചോദിക്കണം, പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഇല്ല. റോട്ടിൽ കൂടെ സാധാരണ കഴിഞ്ഞ കാലം വരെയും, അതായത് നമ്മൾ പ്രശസ്തി നേടുന്നവർ സുഖമായിട്ട് മറ്റുള്ളവരുടെ കൂടെ തമാശയൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സുമായിട്ട് അടിച്ച് പൊളിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ സെലിബ്രിറ്റിയാണ്, അപ്പം എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം സോഷ്യൽ മീഡിയ ഇങ്ങനെ നോക്കി നടക്കുകയാണ്, എന്താണ് പിടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അവിടെ. അപ്പോൾ അവരുടെ മനസ്സമാധാനം എന്ത് പറ്റി? പോയി. അവിടെയും മനസ്സമാധാനമില്ല. എങ്ങനെ നമ്മൾക്ക് ശരീരത്തിനും മനസ്സിനും സുഖിക്കുന്ന എല്ലാ സാധനങ്ങളും കിട്ടിയാൽ നമുക്ക് മനസ്സമാധാനം കിട്ടും എന്നതാണ് നമ്മുടെ ചിന്ത. എനിക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം എല്ലാം സുഖമായിട്ട് കിട്ടുന്നുണ്ട്, എനിക്ക് എൻ്റെ മനസ്സിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് നല്ല സ്വസ്ഥതയുണ്ട് എന്ന് ചോദിച്ചാൽ അതെല്ലാം വൃഥാവിലാണ്. ഇനി നമ്മൾ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചു വളരെ നല്ല നിലയ്ക്ക് എത്തി, അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പം നല്ല മനസ്സമാധാനമല്ലേ, പിള്ളേരൊക്കെ ഒരു വഴിക്കായല്ലോ എന്ന് ചോദിച്ചാൽ പോലും ചിലപ്പോൾ ഉത്തരം വരുന്നത് എന്തായിരിക്കും? വലിയ മനസ്സമാധാനം ഇല്ലയാണ്. അങ്ങനെ ആകുമ്പോൾ എന്തായി? നമ്മളുടെ ബുദ്ധി ഇങ്ങനെ അലഞ്ഞു തിരിയല്ലേ, നമുക്കൊന്നിലും മനസ്സമാധാനമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് വരും? ഡിപ്രഷൻ വരും. ആ ഡിപ്രഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറേ മരുന്നൊന്നും കഴിച്ച് ഡിപ്രഷൻ മാറ്റാൻ പറ്റില്ല. നമ്മൾ തന്നെ ആ ഡിപ്രഷൻ മാറ്റിയെടുക്കണം. എങ്ങനെയാണ്? നമ്മൾക്ക് എല്ലാറ്റിൽ നിന്നും എല്ലാം വൃഥാവിലാണ് എന്ന് തോന്നി ഒന്നിലും മനസ്സമാധാനം കിട്ടുന്നില്ലെങ്കിൽ മനസ്സമാധാനം കിട്ടുന്ന എന്തിനെങ്കിലും ആശ്രയിക്കണം. അതാരാണ്? സാക്ഷാൽ ഭഗവാൻ അവിടെ ഉണ്ടല്ലോ. ഭഗവാനോട് അടുക്കുക. നമ്മുടെ മനസ്സ് മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി വെള്ളം തളിക്കുന്ന പോലെ നമ്മുടെ മനസ്സിലെ കറകൾ മുഴുവനായിട്ടും മാറ്റുക. അപ്പം അങ്ങനെ വൃത്തിയാക്കി നമ്മുടെ മനസ്സ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ പ്രവൃത്തികളിൽ ഭഗവാനോട് അടുക്കാൻ പറ്റുന്ന ധാരാളം പ്രവൃത്തികളുണ്ട്. അങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് വളരെ ക്ലീനാവും, അടിച്ചു വാരിയ മുറ്റം പോലെ ആയിട്ടുണ്ടാവും. അതിൽ പുതിയ പ്രവൃത്തികൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കിയെല്ലാം ആര് നോക്കിക്കോളും? ഭഗവാൻ നോക്കിക്കോളും.
ഒരു സ്വസ്ഥതയില്ലാണ്ട്, മനസ്സിന് യാതൊരു സ്വസ്ഥതയില്ലാണ്ട് സന്ധ്യയ്ക്ക് ഇരുന്ന് നാമം ജപിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ആ ബുക്ക് മുഴുവൻ വായിച്ചു തീർത്തു, ഞാൻ ഈ ബുക്ക് മുഴുവൻ വായിച്ചു തീർത്തു എന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. നമ്മളിത് എന്നും പറയുന്ന കാര്യമാണ്. നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൂജയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ അതിൽ തന്നെ വേണം. വളരെ പ്രയാസമാട്ടോ കിട്ടാൻ, വളരെ പ്രയാസമാണ്. 1-2-3 മിനിറ്റ് കിട്ടിയാൽ തന്നെ മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. അത്രയും പ്രയാസമാണ്. കാരണം നമ്മൾ അത്രയൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ടാണ്. അങ്ങനെ എത്താൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. എപ്പോഴും ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. എപ്പോഴും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും. എൻ്റെ അമ്മയൊക്കെ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒന്ന് ഭഗവാനെ നമിച്ചിട്ട് അല്ലെങ്കിൽ ഭഗവാനോട് ചോദിച്ച് അല്ലെങ്കിൽ ഭഗവാനെ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് ചെയ്യണം. ഏത് ഭഗവാനെ വേണമെങ്കിലും വിളിക്കാം കേട്ടോ. ഇനി മറ്റുള്ള ആൾക്കാർ, ഇപ്പോൾ ഇവരെല്ലാം വൃഥാവിലാണ്. ഇവർ പണിയെടുത്തത് മുഴുവനും എല്ലാം വൃഥാവിലായിട്ടിരിക്കുകയാണ്. കാരണം എന്നെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. ഇനി മഹാത്മാക്കളാണെങ്കിലോ, മഹാത്മാക്കൾ ഈശ്വര സാക്ഷാത്കാരമാണ് എൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഭഗവാൻ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയം, എന്നാലേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ചൈതന്യത്തിലേക്ക്, നേരത്തെ ആൾക്കാരെ പോലെ അല്ല, അതുകൊണ്ട് ഇതിലേക്കുള്ള വഴികൾ ഇങ്ങനെ തേടി പോകുന്നു. എന്നിട്ട് ഏറ്റവും നല്ല വഴി അത് കണ്ടുപിടിക്കാം നമുക്ക്. കാരണം എനിക്ക് ഇന്നതാണ് നല്ലത്. ഈശ്വര സാക്ഷാത്കാരത്തിന് എല്ലാവരും തന്നെ അർഹരാണ്. എനിക്കിതൊന്നും പറ്റില്ല, അയ്യേ ആത്മീയത എൻ്റെ വഴിയേ അല്ല എന്ന് പറഞ്ഞ് നമ്മൾ തിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്, എല്ലാ കുട്ടികൾക്കും ബുദ്ധിയുണ്ട്. അത് ഓരോരുത്തരും വിനിയോഗിക്കുന്നതിനനുസരിച്ചാണ്. നിങ്ങൾക്ക് തീരെ പഠിക്കാൻ വയ്യ എന്നിട്ട് 100 മാർക്ക് മേടിക്കണം. മറ്റുള്ളവൻ കഷ്ടപ്പെട്ട് പഠിക്കുന്നു എന്നിട്ട് അവനും കിട്ടുന്നത് ഇതേ മാർക്ക് തന്നെയാണ്, 100% അല്ലെങ്കിൽ മുഴുവൻ മാർക്കുമാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഒന്നും പഠിക്കാതെ തന്നെ, നേരത്തെ പറഞ്ഞ ലോട്ടറി വിറ്റിട്ട് പൈസ സമ്പാദിക്കണം എന്ന് പറഞ്ഞ മാതിരി പണിയെടുക്കാൻ വയ്യ, പഠിക്കാൻ വയ്യ, എന്നിട്ട് കിട്ടണം എന്നുള്ളതാണ്. അത് പറ്റില്ല. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും അർഹതയുണ്ട്. നല്ല മാർക്ക് മേടിക്കാൻ എല്ലാവർക്കും അർഹതയുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈശ്വര സാക്ഷാത്കാരത്തിന് എല്ലാവർക്കും അർഹതയുണ്ട്. അത് വിശ്വസിച്ച് എന്താണ് നമ്മുടെ ജോലി? കർമ്മയോഗം നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർമ്മയോഗം അനുഷ്ഠിക്കുക. അപ്പം നമ്മൾക്ക് എന്താണ്, ഈ കർമ്മയോഗം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തീരും. മാത്രമല്ല, എനിക്ക് ഭഗവാൻ ആരാണ്? സുഹൃത്താണ്, ബന്ധുവാണ്, ഗുരുവാണ്, എല്ലാമാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാനെ ആശ്രയിക്കാൻ ലോകത്തിൽ എനിക്ക് ഒരാളേ ഉള്ളൂ ആശ്രയിക്കാൻ. അതാരാണ്? സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്ന് വിചാരിക്കുക. ഭഗവാനിൽ അർപ്പിച്ച് നമ്മളുടെ കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ അതിനുള്ള സമയം നമുക്ക് ധാരാളമായിട്ട് കിട്ടും. നമ്മളുടെ ചിന്താഗതിക്കാണ് പ്രശ്നം. എനിക്കതിന് സമയം കിട്ടില്ല, അയ്യോ എനിക്കിതൊന്നും ചെയ്യാൻ സമയമേ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ ചിന്താഗതിയാണ് പ്രശ്നം. പക്ഷേ ഒരു ചോദ്യമുണ്ട്, എനിക്കിപ്പോൾ രാവിലെ എണീറ്റാൽ രാത്രി കിടക്കുന്നവരെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, പിന്നെ എവിടെ സമയം കിട്ടുക ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സത്യവുമാണ്. കാരണം നമ്മൾ അങ്ങനെയുള്ള ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ കൂടെ ധാരാളമായിട്ട് ഭഗവാനെ പറ്റി ചിന്തിക്കുക. നാമം ചൊല്ലണം നിർബന്ധമില്ല ആ സമയത്തൊന്നും. നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ നാമം ചൊല്ലിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് സമയം തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ പുതിയ പ്രഭാഷണങ്ങളും എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് പുതിയ അറിവ് കിട്ടുന്നുണ്ട്, ധാരാളം അറിവ് കിട്ടും. ഓരോരുത്തരും ഇങ്ങനെ പ്രഭാഷണങ്ങൾ ചെയ്യുമ്പോൾ വലിയ ആചാര്യന്മാരുടെയൊക്കെ പ്രഭാഷണങ്ങൾ വളരെ രസമാണ്. നമ്മൾ ചിലപ്പോൾ എത്രയോ മണിക്കൂറുകൾ കേട്ടിരുന്നു എന്ന് വരും. അത്രയും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ ചിന്മയസ്വാമിയുടെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നേരിട്ട്. അത് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് കിട്ടുമ്പോൾ പുതിയ അറിവുകൾ കിട്ടും. ആ അറിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മുടെ മനസ്സിലിട്ടിങ്ങനെ മനനം ചെയ്യണം. ആട്ടി അരി അതിൽ നിന്ന് സത്തെടുക്കുന്ന മാതിരി. എന്നിട്ട് സ്വന്തം മനസ്സിനോട് ചോദിക്കണം, ഈ പോകുന്ന പോക്കെല്ലാം ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഈ രജോ ഗുണവും തമോ ഗുണവും ഒക്കെ കുറഞ്ഞു വരും. എന്നിട്ട് സത്വഗുണം പ്രകാശിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ മനസ്സിൽ പ്രകാശം നിറയുമ്പോൾ ലൗകിക ജീവിതത്തിൻ്റെ വ്യർത്ഥത, ഞാൻ ഇത്രയും കാലം നേടിയത് എന്താണ് എന്ന് ചിന്തിക്കുന്നതിൻ്റെ വ്യർത്ഥത നമുക്ക് വളരെ ആത്മാർത്ഥതയിലായിരിക്കും നമ്മൾ ഇത്രയും കാലം
ചെയ്തിട്ടുണ്ടാവുക ജോലി. ഞാനൊക്കെ അങ്ങനെ കുറച്ചൊരു ഡെഡിക്കേറ്റഡ് ഒരാളാണ്. അപ്പോൾ ടീച്ചർ ജോലിയൊക്കെ എനിക്ക് അത്ര ഇഷ്ടമാണ്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥതയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ആ കാലങ്ങളെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ ഒന്നുമില്ല നമ്മുടെ മനസ്സിൽ, ഒന്നും തന്നെ ഓർക്കാനില്ല പ്രത്യേകിച്ച്. അങ്ങനെ ഒരു വ്യർത്ഥത നമുക്ക് മനസ്സിലാവും. അപ്പോൾ സത്വഗുണം നിറയുമ്പോൾ നമുക്ക് എല്ലാവരും ഈക്വലാണ്. ഞാനും നീയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഭക്തൻ ഭക്തനെ ആദരിക്കണം എന്ന് പറഞ്ഞു. ആ ഒരു സമഭാവന നമുക്ക് കൈവരും. അപ്പം നമ്മൾക്കാണെങ്കിൽ ഒരു ധൈര്യവും കിട്ടും. എന്ത് കാര്യം ചെയ്യാനും മനസ്സിനൊരു ധൈര്യം കിട്ടും. കാരണം ഇതെല്ലാം ഭഗവാൻ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ മനസ്സ് മെല്ലെ പൂർണ്ണതയിലേക്ക് നീങ്ങും. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവാനിൽ അനുഷ്ഠിതമായിട്ട് ചെയ്യുക. അപ്പം ഇതിലൊന്നിച്ച് പദ്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് വ്യർത്ഥകർമ്മങ്ങളിൽ നിന്ന് എപ്പോഴും ദുർവാസനകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബുദ്ധിയുടെ മൂഢത്വം അത് കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്യുക. അതേ സമയത്ത് നമുക്ക് ദൈവീകമായിട്ടുള്ള പ്രകൃതിയെ ആശ്രയിച്ച സജ്ജനങ്ങൾ, അതായത് നമ്മളുടെ മനസ്സിലാണ് നമ്മൾ ദേവീ പ്രകൃതി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ച് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. അവർ മൺപാത്രങ്ങളും മണ്ണും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. മണ്ണ് നിന്നാണ് പാത്രങ്ങൾ, അത് പൊടിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മണ്ണായി പോന്നു എന്ന തത്വം മനസ്സിലാക്കുന്ന പോലെ സർവ്വഭൂതങ്ങളുടെയും ആധാരം പരമാത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ. അപ്പം നമ്മൾ 13 ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇനി 14ാമത്തെ ശ്ലോകം അടുത്ത ദിവസം ചൊല്ലാം. ഓക്കെ. അസ്മിൻ പരാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.